ഗുഡ് മോർണിംഗ് മൈ ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ കണ്ണിൻ്റെ അല്ലെങ്കിൽ ഐയുമായി റിലേറ്റ് ചെയ്ത ബാക്കി പോർഷൻസാണ് നോക്കുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഇവിടെ ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ്. ഞാൻ നിങ്ങൾക്ക് സ്ക്രീൻ ഷെയർ ചെയ്തിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. വേറൊന്നുമല്ല, ഈ വക 3 ഡയമെൻഷണൽ പിക്ചേഴ്സൊക്കെ ഞാൻ വരക്കുന്നതിൽ പെർഫെക്ഷൻ വളരെ കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പിക്ചേഴ്സ് കാണുമ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഒന്നും കൂടി പെട്ടെന്ന് മനസ്സിലാവും. കാരണം ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ടാണ് ബയോളജിയൊക്കെ പഠിച്ചിരുന്നത്. കാരണം ഡയഗ്രാം നിങ്ങളോട് ചോദിക്കൊന്നുമില്ല, പക്ഷേ ഡയഗ്രാം റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരും. ടെക്സ്റ്റ് ബുക്കത്തെ പോലെ ഡയഗ്രാം തരും. ഇവിടെ പിന്നെ കൃത്യമായിട്ടിത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് സ്ക്രീൻ ഷെയർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിനു മുന്നേ ഞാൻ പറഞ്ഞു 10th ഇതൊരു റിവിഷൻ പോലെ എടുക്കുക. വേറെ ഒന്നിനും അല്ല, എനിക്ക് 2 ക്ലാസ്സിനെ ഒരുമിച്ച് കൊണ്ടുപോകാനാണ്. ഇനി കണ്ണിന് വരുന്ന അസുഖങ്ങൾ എന്നുള്ള ഭാഗം കൂടി കഴിഞ്ഞാൽ നമുക്ക് 2 പേർക്കും ഒരുപോലെ ചെവി എന്നുള്ള പോർഷൻ എടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് ദ ഫ്ലൂയിഡ്സ് ഇൻ ദ ഐ അല്ലെങ്കിൽ അക്വസ് കണ്ണിലെ ദ്രവ്യങ്ങളെ പറ്റിയിട്ടാണ്. അപ്പോൾ അക്വസ് ഹ്യൂമറും വിട്രിയസ് ഹ്യൂമറും ഉണ്ട്. അക്വസ് ദ്രവ്യവും വിട്രിയസ് ദ്രവ്യവും. അപ്പോൾ ഇത് 1 വേർഡായിട്ട് ചോദിക്കും കേട്ടോ. 1 വേർഡോ അല്ലെങ്കിൽ 2 മാർക്കിനൊക്കെ ചോദിക്കാം. അപ്പോൾ അക്വസ് ഹ്യൂമർ എവിടെയാണ്, വിട്രിയസ് ഹ്യൂമർ എവിടെയാണെന്നാണ് ഇനി പറയുന്നത്. ദ വാട്ടർ ലൈക്ക് ഫ്ലൂയിഡ് ഫിൽഡ് ഇൻ ദ അക്വസ് ചേംബർ ബിറ്റ്വീൻ ദ ലെൻസ് ആൻഡ് ദ കോർണിയ. അപ്പോൾ അത് അണ്ടർലൈൻ ചെയ്ത് പഠിക്കുക. ലെൻസിൻ്റെയും കോർണിയയുടെയും ഇടയിലുള്ള ഗ്യാപ്പിലാണ് അക്വസ് ഹ്യൂമർ ഫിൽഡ് ആയിരിക്കുന്നത്. ഇറ്റ് ഈസ് ഫോമഡ് ഫ്രം ബ്ലഡ് ആൻഡ് ഈസ് റീഅബ്സോർബ്ഡ് ഇൻ ടു ബ്ലഡ്. രക്തത്തിൽ നിന്ന് തന്നെയാണ് ഉണ്ടാകുന്നത്. രക്തത്തിലേക്ക് വീണ്ടും അത് തിരിച്ച് ആഗിരണം ചെയ്യുന്നുണ്ട്. അപ്പോൾ ലെൻസിൻ്റെയും കോർണിയയുടെയും ഇടയിലുള്ള സ്പേസിലാണ് അക്വസ് ഹ്യൂമർ ഫിൽഡ് ആയിരിക്കുന്നത്. അത് ബ്ലഡിൽ നിന്ന് തന്നെ ഉണ്ടായി ബ്ലഡിലേക്ക് തന്നെ റീഅബ്സോർബ്ഡ് ആവുകയാണ്. പ്രൊവൈഡ് ഓക്സിജൻ ആൻഡ് നറിഷ്മെൻറ്റ് ടു ദ ടിഷ്യൂസ് ഓഫ് ദ ഐ. ഇത് നമ്മുടെ കണ്ണിലെ പേശികൾക്ക് അല്ലെങ്കിൽ ടിഷ്യൂസിന് വേണ്ട നറിഷ്മെൻറ്റ്സും ന്യൂട്രിയൻസും ഓക്സിജനും ഒക്കെ സപ്ലൈ ചെയ്യുന്ന ഫങ്ഷനാണ് ആർക്ക്, അക്വസ് ഹ്യൂമറിന്. അപ്പോൾ എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞേ, ലെൻസിൻ്റെയും കോർണിയയുടെയും, നമ്മൾ ആ പിക്ചർ ഡയഗ്രാം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ലെൻസിൻ്റെയും കോർണിയയുടെയും ഇടയിലുള്ള ഭാഗത്താണ് അക്വസ് ഹ്യൂമർ ഉള്ളത്. ആ അക്വസ് ഹ്യൂമർ ബ്ലഡിൽ നിന്ന് തന്നെ ഫോം ചെയ്ത് ബ്ലഡിലേക്ക് തന്നെ റീഅബ്സോർബ്ഡ് ആവുന്നൊരു ഫ്ലൂയിഡാണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കണ്ണിലെ ടിഷ്യൂസിന് വേണ്ട ന്യൂട്രിയൻസും നറിഷ്മെൻറ്റ്സും ഓക്സിജനും ഒക്കെ സപ്ലൈ ചെയ്യുന്നത് ആരാണ്, അക്വസ് ഹ്യൂമറാണ്. ഇനി വിട്രിയസ് ഹ്യൂമർ. വിട്രിയസ് ഹ്യൂമറിനെ പറ്റി പറയുമ്പോൾ ദ ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് സീൻ ഇൻ ദ വിട്രിയസ് ചേംബർ ബിറ്റ്വീൻ ദ റെറ്റിന ആൻഡ് ലെൻസ്. അപ്പോൾ അക്വസ് ചേംബർ ലെൻസും കോർണിയാണ് കേട്ടോ. ചെറിയ ചേംബറാണ് അക്വസ് ചേംബർ. വിട്രിയസ് ചേംബർ പറയപ്പെടുന്നത് റെറ്റിനയും ലെൻസും തമ്മിലുള്ള കുറച്ച് ഹ്യൂജായിട്ടൊരു ഗ്യാപ്പ് ഉണ്ട്. അവിടെ ഫിൽഡ് ആയിരിക്കുന്ന ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് ആണ് എന്ത്, വിട്രിയസ് ചേംബർ. ഇറ്റ്സ് എ ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ്. ആൻഡ് പിന്നെ പറയുന്നത് ഇറ്റ് ഈസ് ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ് ദ ഷേപ്പ് ഓഫ് ദി ഐ എന്നാണ് പറയുന്നത്. കണ്ണിൻ്റെ ആ ആകൃതി അതിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് വിട്രിയസ് ചേംബറിൽ ഫിൽഡ് ആയിരിക്കുന്ന വിട്രിയസ് ഹ്യൂമർ ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ലെൻസിനും റെറ്റിനയും തമ്മിലുള്ള ആ ഒരു ഭാഗത്ത്, ആ ചേംബർ അല്ലെങ്കിൽ ആ അറയിലാണ് വിട്രിയസ് ദ്രവ്യം നിറഞ്ഞിരിക്കുന്നത്. കണ്ണിൻ്റെ ആകൃതിയെ ശരിയാക്കുന്നു അല്ലെങ്കിൽ മെയിൻറ്റെയിനിങ് ദ ഷേപ്പ് ഓഫ് ദി ഐ. അപ്പോൾ അത്രയാണ് ഇവിടെ പഠിക്കുന്നത്. അങ്ങനെ തന്നെ പഠിച്ചു വെച്ചാൽ മതി. സിമ്പിൾ ടോപ്പിക്കാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റെഗുലേഷൻ ഓഫ് ദി ലൈറ്റ് ഇൻ ദ ഐ അല്ലെങ്കിൽ കണ്ണിലെ പ്രകാശക്രമീകരണം. ഓക്കെ, അപ്പോൾ കണ്ണിലെ പ്രകാശക്രമീകരണത്തിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ റോഡിലൊക്കെ ഇങ്ങനെ ഒരു ബോർഡ് ശ്രദ്ധിക്കാൻ സാധ്യതയുണ്ട്, രാത്രിയിൽ ഡിം ലൈറ്റ് മാത്രം ഉപയോഗിക്കുക എന്ന്. എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു ഗ്രീൻ ബോർഡിൽ? അപ്പോൾ എന്താണത് ഡിം ലൈറ്റ് രാത്രിയിൽ ഉപയോഗിക്കണം എന്ന് പറയാനുള്ള കാരണം എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ജസ്റ്റ് ഇമാജിൻ, നമ്മളിപ്പോൾ വീട്ടിലിങ്ങനെ ഇരിക്കുകയാണ്, അപ്പോൾ കറൻറ്റൊക്കെ ഉണ്ട്, രാത്രിയാണെന്ന് വിചാരിക്കുക. അപ്പോൾ കറൻറ്റ് പെട്ടെന്ന് പോയി, നമുക്കൊന്നും കാണില്ല. നേരെ മറിച്ച് ചെറിയ ഒരു നിലാവിൻ്റെ ഒരു വെളിച്ചം, ചെറിയൊരു മങ്ങിയ വെളിച്ചം പുറത്തുനിന്ന് നോക്കിയാൽ നമുക്ക് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ
നമ്മുടെ കണ്ണിന് എന്ത് മാറ്റം വരുന്നു എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് കറണ്ട് വീണ്ടും വന്നാൽ കണ്ണിന് വരുന്ന പെട്ടെന്നുള്ള മാറ്റം എന്താണെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ വീടിൻ്റെ ഉള്ളിലിരുന്ന് പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി ചെറുതായിട്ട് ആകാശത്തേക്ക് നോക്കുമ്പോൾ കണ്ണിന് എന്തെങ്കിലും മാറ്റം വരുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നേരെ മറിച്ച് കുറച്ച് ഇരുട്ടുള്ള ഭാഗത്താണ് നോക്കുന്നതെങ്കിൽ കണ്ണിന് വരുന്ന മാറ്റം നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? നിങ്ങൾ ചിലപ്പോൾ എല്ലാം ഫീൽ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. The entry of a large amount of light is harmful to the tissue of the eye. കൂടിയ അളവിൽ പ്രകാശം പ്രവേശിക്കുന്നത് കണ്ണിലെ കലകൾക്ക് ദോഷകരമാണ്. അതായത് അതുകൊണ്ടാണ് മൊബൈൽ ഫോണൊന്നും അടുത്ത് പിടിക്കരുത്, അല്ലെങ്കിൽ വിട്ടുപിടിക്കണം, അല്ലെങ്കിൽ മൊബൈൽ ഫോണിൻ്റെ യൂസൊക്കെ കുറയ്ക്കണം എന്ന് പറയുന്നത്. കാരണം അമിതമായ പ്രകാശം കുറേ നേരം തട്ടിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കണ്ണിൻ്റെ കോശങ്ങൾക്ക് അല്ലെങ്കിൽ അതിൻ്റെ ടിഷ്യൂകൾക്ക് ഭയങ്കര പ്രശ്നങ്ങളാണ്. ടിഷ്യൂ എന്ന് പറഞ്ഞാൽ കലകൾ എന്നാണ് കേട്ടോ മലയാളത്തിൽ പറയാം. Iris and aperture at its center called pupil regulate the amount of light falling on the eyes. ഐറിസും അതിൻ്റെ മധ്യഭാഗത്തുള്ള പ്യൂപ്പിൾ എന്ന സുഷിരവും കണ്ണിലേക്ക് പതിക്കുന്ന പ്രകാശത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്നു. അതായത് ആ പിക്ചർ നോക്കുക. ചേഞ്ചസ് ഇൻ പ്യൂപ്പിൾ ഇൻ ഡിം ലൈറ്റ്, ചേഞ്ചസ് ഇൻ പ്യൂപ്പിൾ ഇൻ ബ്രൈറ്റ് ലൈറ്റ്, അല്ലെങ്കിൽ മങ്ങിയ പ്രകാശത്തിൽ പ്യൂപ്പിളിനുണ്ടാകുന്ന മാറ്റം, തീവ്ര പ്രകാശത്തിൽ പ്യൂപ്പിളിനുണ്ടാകുന്ന മാറ്റം. അപ്പോൾ ഇനി അതിൻ്റെ താഴെ റേഡിയൽ മസിൽസ് കോൺട്രാക്ട് എന്ന് കൊടുത്തത് കണ്ടോ? എപ്പോൾ ഡിം ലൈറ്റിൽ റേഡിയൽ മസിൽസ് കോൺട്രാക്റ്റഡ് ആവും. ആൻഡ് ദ സർക്കുലർ മസിൽസ് കോൺട്രാക്ട് ഇൻ ബ്രൈറ്റ് ലൈറ്റ്. അപ്പം നിങ്ങൾ പിക്ചർ നേരെ നോക്കുക. അപ്പോൾ എന്താ പറയുന്നത്? ഡിം ലൈറ്റിൽ റേഡിയൽ മസിൽസ് കോൺട്രാക്റ്റഡ് ആവുന്നു. അപ്പോൾ ഒരു ഹ്യൂജ് സ്പേസ് അവിടെ കണ്ടു അല്ലേ? പക്ഷേ ബ്രൈറ്റ് ലൈറ്റിൽ സർക്കുലാർ മസിൽസ് കോൺട്രാക്റ്റഡ് ആവുന്നു. അപ്പോൾ നേരെ ഇവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ പിക്ചർ നോക്കി പറയൂ. ഡിം ലൈറ്റിൽ റേഡിയൽ മസിൽസ് കോൺട്രാക്റ്റഡ് ആവുന്നു, ബ്രൈറ്റ് ലൈറ്റിൽ സർക്കുലാർ മസിൽസ് കോൺട്രാക്റ്റഡ് ആവുന്നു. ആ പിക്ചർ നേരെ നോക്കിക്കേ, ആ സ്ക്രീനിൽ തന്നിരിക്കുന്നത് കണ്ടോ? ആ ഡിഫറൻസ് കണ്ടോ? ആ ഒരു ഡാർക്ക് സ്പോട്ട് കുറച്ച് വലുതായി കാണുന്നത് എവിടെയാണ്? ഡിം ലൈറ്റിലാണ്. ചേഞ്ചസ് പ്യൂപ്പിളിന് കൃഷ്ണമണിക്ക് വന്ന ചേഞ്ച്. അപ്പോൾ അതിൽ എന്താണ് റീസൺ? റേഡിയൽ മസിൽസ് കോൺട്രാക്റ്റഡ് ആവാണ് അവിടെ. ഇവിടെ റൈറ്റ് സൈഡിൽ ചേഞ്ചസ് ഇൻ പ്യൂപ്പിൾ ഇൻ ബ്രൈറ്റ് ലൈറ്റ് എന്ന് കൊടുക്കുമ്പോൾ ആ ഡാർക്ക് പോർഷൻ കുറച്ച് ചെറുതാണ്. കാരണം അവിടെ എന്താ? സർക്കുലാർ മസിൽസാണ് അവിടെ കോൺട്രാക്റ്റഡ് ആവുന്നത്. ഇവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ മങ്ങിയ പ്രകാശത്തിൽ റേഡിയൽ പേശികളാണ് സങ്കോചിക്കുന്നത്, തീവ്ര പ്രകാശത്തിൽ വലയ പേശികളാണ് സങ്കോചിക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, നമുക്കിത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി പറയുന്നത്, the size of the pupil is regulated by the action of circular muscles and radial muscles. When the radial muscles contract in dim light, the size of the pupil increases. അപ്പോൾ റേഡിയൽ മസിൽസ് കോൺട്രാക്റ്റഡ് ആയാൽ സൈസ് ഓഫ് ദ പ്യൂപ്പിൾ ഇൻക്രീസ്ഡ് ആവും. വെൻ ദ സർക്കുലർ മസിൽസ് കോൺട്രാക്ട് ഓൺ ഇൻറ്റൻസ് ലൈറ്റ്, ദ സൈസ് ഓഫ് ദ പ്യൂപ്പിൾ ഡിക്രീസസ്. റേഡിയൽ മസിൽസ് എപ്പോൾ കോൺട്രാക്റ്റഡ് ആവുന്നോ, സങ്കോചിക്കുന്നോ, ചുരുങ്ങുന്നോ, അപ്പോൾ പ്യൂപ്പിള് സൈസ് ഇൻക്രീസ് ചെയ്യും. എപ്പോഴാണോ സർക്കുലർ മസിൽസ് കോൺട്രാക്റ്റഡ് ആവുന്നത് അപ്പോൾ പ്യൂപ്പിളിൻ്റെ സൈസ് ഡിക്രീസ്ഡ് ആവും. Thus the amount of light falling on the lens is regulated according to the intensity of light. അപ്പോൾ അങ്ങനെയാണ് ലെൻസിലേക്ക് വരുന്ന ഈ ഒരു പ്രകാശത്തിൻ്റെ തീവ്രത റെഗുലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ക്രമീകരിക്കുന്നത്. ഓക്കെ ആയോ? അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ പോർഷനിൽ പറയുന്നത്. നമ്മൾ അക്വസ് ഹ്യൂമറിനെ പറ്റിയിട്ടും വിട്രിയസ് ഹ്യൂമറിനെ പറ്റിയിട്ടും പറഞ്ഞു. ദേ ആർ ദ ഫ്ലൂയിഡ്സ് ഓഫ് ഐ. അക്വസ് ചേമ്പറിൽ, അതായത് കോണിയക്കും ലെൻസിനും ഇടയിലുള്ള ആ പോർഷനിൽ ഫിൽഡായിരിക്കുന്നതാണ് അക്വസ് ഹ്യൂമർ. വിട്രിയസ് ചേമ്പർ, ലെൻസിനും റെറ്റിനയും ഇടയിൽ ഫിൽഡായിരിക്കുന്ന ജെല്ലി പോലുള്ള സബ്സ്റ്റൻസാണ് വിട്രിയസ് ഹ്യൂമർ. അക്വസ് ഹ്യൂമറാണ് ന്യൂട്രിയൻസും നറിഷ്മെൻറ്റിനും ഓക്സിജനും ഒക്കെ കൊടുക്കുന്നത്. ഇവിടെ കണ്ണിൻ്റെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഫങ്ഷനാണ് ആർക്കുള്ളത്? വിട്രിയസ് ഹ്യൂമറിനുള്ളത്. ഓക്കെ ആയോ? അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ
ഡുവൽ വിഷനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ലൈക്ക് ഹൗ ദ ഹെഡിങ് സേ ഫോർമേഷൻ ഓഫ് ഇമേജ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കാഴ്ച എങ്ങനെയാണ് രൂപപ്പെടുന്നത്, പ്രതിബിംബം രൂപപ്പെടുന്ന വിധം. ഇമേജ്, വിഷനല്ല ഇമേജാണ്, പ്രതിബിംബം രൂപപ്പെടുന്ന വിധം. അപ്പോൾ ഇതിൽ പറയുന്നുണ്ട്, the curvature of the cornea and the lens help light rays which reflect from an object to get focused on the retina. അവിടെ ഒരു പ്രതിബിംബ രൂപീകരണം അല്ലെങ്കിൽ ഫോർമേഷൻ ഓഫ് ഇമേജ് എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് നോക്കുക കേട്ടോ എല്ലാവരും. അപ്പോൾ ഇതിൽ പറയുന്നത് വസ്തുവിൽ നിന്നും പ്രതിഫലിച്ചു വരുന്ന പ്രകാശരശ്മികൾ റെറ്റിനയിൽ പതിപ്പിക്കുന്നതിന് കോർണിയയുടെയും ലെൻസിൻ്റെയും വക്രത സഹായിക്കുന്നു. കണ്ണിലെ ലെൻസ് രൂപപ്പെടുന്ന പ്രതിബിംബത്തെ പ്രത്യേകതകൾ എന്തെല്ലാം? അപ്പോൾ പിക്ചർ ശ്രദ്ധിക്കുക. അവിടെ യഥാർത്ഥം അല്ലെങ്കിൽ റിയൽ എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. നിങ്ങൾ കണ്ണിലെ ലെൻസ് രൂപപ്പെടുന്ന പ്രതിബിംബത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാം. അപ്പോൾ നിങ്ങൾ ആ പിക്ചർ ശ്രദ്ധിക്കുക, ഫിഗർ 2.3. അപ്പോൾ അവിടെ നോക്ക്, നമ്മളൊരു മരത്തിനെയാണ് കണ്ടതെങ്കിൽ നമ്മൾ റെറ്റിനയിൽ അത് വന്നിരിക്കുക എങ്ങനെ? റിയൽ ആണ് അല്ലേ, മരം തന്നെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇൻവേർട്ടഡ് അല്ലേ, തല കുത്തനെയല്ലേ വന്നിരിക്കുന്നത്, തല കീഴ്മേൽ മറിഞ്ഞിട്ടല്ലേ വന്നിരിക്കുന്നത്. പിന്നെ അതിൻ്റെ അത്ര വലിപ്പമുണ്ടോ അവിടെ? ചെറുതല്ലേ കാണുന്നത്. അപ്പോൾ സ്മോളാണ്, ഇൻവേർട്ടഡ് ആണ്, റിയൽ ആണ്. ഇത് മൂന്നുമാണ് അതിൻ്റെ ഫീച്ചേഴ്സ്. ചെറുതാണ്, തല അതിനിപ്പോൾ എന്തൊരു വാക്ക് യൂസ് ചെയ്യും, എന്തായാലും നേരെ തല തിരിഞ്ഞാണ് ഇരിക്കുന്നത്, പിന്നെ ചെറുതാണ്, പിന്നെ യഥാർത്ഥമാണ്. പിന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വി ക്യാൻ സീ നിയർ ബൈ ആൻഡ് ഡിസ്റ്റൻസ് ഒബ്ജക്റ്റ് ക്ലിയർലി. നിങ്ങൾ എടുത്തിരിക്കുന്ന നമ്മുടെ ടേബിളിലിരിക്കുന്ന ബുക്കിനെ നമുക്ക് കാണാം, നമ്മുടെ ജനലിൻ്റെ പുറത്തിരിക്കുന്ന മരത്തിനെ നമുക്ക് കാണാമല്ലേ. അതെന്താ അങ്ങനെ? എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ദിസ് ഈസ് ബിക്കോസ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദ ലെൻസ് ക്യാൻ ബി അഡ്ജസ്റ്റഡ് അക്കോർഡിംഗ് ടു ദ ഡിസ്റ്റൻസ് ഓഫ് ദ ഒബ്ജക്റ്റ്. വസ്തുക്കളുടെ അകലത്തിനനുസരിച്ച് കണ്ണിലെ ലെൻസിൻ്റെ ഫോക്കൽ ദൂരം അല്ലെങ്കിൽ ഫോക്കൽ ലെങ്ത്ത് ക്രമീകരിക്കാൻ കഴിയുമെന്നാണ് ഇതിനുള്ള കാരണമായിട്ട് പറയുന്നത്. അപ്പോൾ ഒരു വൺ വേർഡ് വരെയാണ്, യു ക്യാൻ സീ ദ ഡിസ്റ്റൻസ് ഒബ്ജക്റ്റ് ആൻഡ് ദ നിയർ ബൈ ഒബ്ജക്റ്റ് സോ ക്ലിയർലി. സോ ഹൗ ക്യാൻ യു എക്സ്പ്ലെയിൻ ദിസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എഴുതണം, വി ക്യാൻ സീ നിയർ ബൈ ഒബ്ജക്ട്സ് ആൻഡ് ഡിസ്റ്റൻസ് ഒബ്ജക്റ്റ്. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ വർക്ക്സ് ദാറ്റ് ഐസ് ആർ ഡൂയിങ്, അല്ലെങ്കിൽ നമ്മുടെ കണ്ണ് ചെയ്യുന്ന പ്രവർത്തനമാണ്. ദിസ് ഈസ് ബിക്കോസ് അല്ലെങ്കിൽ ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞിട്ട് എന്ത് എഴുതണം? ദ ഫോക്കൽ ലെങ്ത് അല്ലെങ്കിൽ ഫോക്കൽ ദൂരം, ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദ ലെൻസ് ക്യാൻ ബി അഡ്ജസ്റ്റഡ് അക്കോർഡിംഗ് ടു വെദർ ദ ഒബ്ജക്റ്റ് ഈസ് ക്ലോസ് ടു അസ് ഓർ ഫാർ അവേ ഫ്രം അസ്. നമ്മുടെ ഫോക്കൽ ദൂരം ക്രമീകരിക്കാൻ കഴിയും, വസ്തു അടുത്താണോ ദൂരെയാണോ എന്നതിനനുസരിച്ച് ഫോക്കൽ ദൂരം ക്രമീകരിക്കാൻ കഴിയുമെന്നായിരിക്കണം അതിൻ്റെ ഉത്തരം. നമുക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അവിടെ കൊടുത്തിരിക്കുന്നത് അകലെയുള്ള വസ്തുവിനെ നോക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സീലിയറി പേശികൾ സങ്കോചിക്കുന്നു. അകലെയുള്ള വസ്തു. അപ്പോൾ സ്റ്റുഡൻസ് ശ്രദ്ധിക്കുക, വൈൽ വ്യൂയിങ് ഡിസ്റ്റൻസ് ഒബ്ജക്റ്റും വൈൽ വ്യൂയിങ് നിയർ ബൈ ഒബ്ജക്ട്സും അകലെയുള്ള വസ്തുവിനെ നോക്കുമ്പോഴും അടുത്തുള്ള വസ്തുവിനെ നോക്കുമ്പോഴും അല്ലേ, സീലിയറി പേശികൾ വിശ്രമാവസ്ഥയിലാകുന്നത് അകലെയുള്ള വസ്തുവിനെ നോക്കുമ്പോൾ അല്ലേ, സീലിയറി പേശികൾ സങ്കോചിക്കുന്നത് അടുത്തുള്ള വസ്തുവിനെ കാണുമ്പോഴും. ആ ഡിഫറൻസ് നിങ്ങൾ പിക്ചർ നോക്കി മനസ്സിലാക്കുക. ഓക്കെ, അതിനാണ് പിക്ചർ ഷെയർ ചെയ്തിരിക്കുന്നത്. പിന്നെ സ്നായുക്കളായിരുന്നു, അതായത് ലിഗമെൻറ്റ്സ് റിലാക്സിങ് ആണ് എപ്പോൾ? വൈൽ വ്യൂയിങ് നിയർ ബൈ ഒബ്ജക്ട്സ്. ലിഗമെൻറ്റ്സ് സ്ട്രെച്ചിങ് ആണ് വൈൽ വ്യൂയിങ് ഡിസ്റ്റൻസ് ഒബ്ജക്റ്റ്. ഓക്കെ, പിന്നെ പറയുന്നത് ലെൻസിൻ്റെ കാര്യമാണ്. ഓക്കെ, ഫോക്കൽ ലെങ്ത്ത് അടുത്തുള്ള വസ്തുവിനെ നോക്കുമ്പോൾ ഫോക്കൽ ലെങ്ത്ത് കൂടുകയാണോ കുറയാണോ ജസ്റ്റ് നോക്കിക്കേ. അപ്പോൾ അകലെയുള്ള വസ്തു ഡിസ്റ്റൻ്റ് ഒബ്ജക്റ്റിനെ നോക്കുമ്പോൾ ഫോക്കൽ ലെങ്ത്ത്. അപ്പോൾ ഇവിടെ വൈൽ വ്യൂയിങ് നിയർ ബൈ ഒബ്ജക്ട്സിൽ കർവേച്ചർ ഓഫ് ലെൻസ് ശ്രദ്ധിക്കുക, ലെൻസിൻ്റെ കർവേച്ചർ ഇൻക്രീസിങ് ആണ്. ഓക്കെ, വൈൽ വ്യൂയിങ് നിയർ ബൈ ഒബ്ജക്ട്സ്. നിങ്ങൾ ആ രണ്ട് പിക്ചർ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കേ. ഒന്നുകൂടി ബൾജായി നിൽക്കുന്നത് വൈൽ വ്യൂയിങ് നിയർ ബൈ ഒബ്ജക്ട്സ് അല്ലേ.
പക്ഷേ അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? ഫോക്കൽ ലെങ്ത് ഡിക്രീസ്ഡ് ആവുന്നുണ്ട്. ശ്രദ്ധിച്ചോ? ഫോക്കൽ ലെങ്ത് ഡിക്രീസ്ഡ് ആവുന്നുണ്ട്, പക്ഷേ കർവേച്ചർ ഓഫ് ദ ലെൻസ് ഇൻക്രീസ്ഡ് ആവുന്നുണ്ട് വൈൽ വ്യൂയിങ് നിയർ ബൈ ഒബ്ജക്ട്സ്. ഇപ്പോൾ ടേബിളിലിരിക്കുന്ന ബുക്ക് വായിക്കുമ്പോൾ അല്ലെങ്കിൽ എഴുതുമ്പോഴൊക്കെ. ഓക്കെ, ഇനി വൈൽ വ്യൂയിങ് ഡിസ്റ്റൻസ് ഒബ്ജക്റ്റ് സീലറി മസിൽസ് റിലാക്സിങ് ആണ്. അതായത് സീലറി പേശികൾ വിശ്രമാവസ്ഥയിലാണ്. ലിഗമെൻറ്റ്സ് അല്ലെങ്കിൽ സ്നായുക്കൾ വലിയുന്നുണ്ട്. കർവേച്ചർ ഓഫ് ദ ലെൻസ് അപ്പോൾ എന്താ? കർവേച്ചർ ഓഫ് ദ ലെൻസ് വൈൽ വ്യൂയിങ് ഡിസ്റ്റൻസ് ഒബ്ജക്റ്റ് ഡിക്രീസസ് ആണ്. ഓക്കെ, ഫോക്കൽ ലെങ്തോ? ഫോക്കൽ ലെങ്ത് ഇൻക്രീസിങ് ആണ്. ലെൻസിൻ്റെ വക്രത ദൂരെയുള്ള വസ്തുക്കളെ നോക്കുമ്പോൾ കുറയാണ് ചെയ്യുന്നത്, പക്ഷേ ഫോക്കൽ ദൂരം അവിടെ കൂടുന്നുണ്ട്. അടുത്തുള്ള വസ്തുക്കളെ നോക്കുമ്പോൾ ലെൻസിൻ്റെ വക്രത കൂടുന്നുണ്ട്, പക്ഷേ ഫോക്കൽ ദൂരം കുറയുന്നുണ്ട്. അതാണ് അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് ആ ടേബിൾ എഴുതുമ്പോൾ ആൻസർ ഇതിൽ ക്ലാസ് കേട്ടതിന് ശേഷം എഴുതണം കേട്ടോ. അപ്പോൾ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ തരുന്ന വർക്കൊക്കെ ചിലർ പേഴ്സണൽ മെസ്സേജ് അയക്കുന്നുണ്ട്, മിസ് ഇതിൻ്റെ ആൻസർ എന്താണ്. ഓൾറെഡി ഞാൻ ക്ലാസ് എടുക്കുന്നതിൻ്റെ കൂടെ നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്ന ആൻസേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളത് എന്ത് ചെയ്യുക? ക്ലാസ് കേട്ടതിന് ശേഷം നോട്ട് എഴുതുമ്പോൾ കൃത്യമായിട്ട് എഴുതിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഈ ഭാഗത്തിൽ പറയുന്നത്. ഫോക്കൽ ലെങ്ത്ത് ഫോക്കൽ ദൂരം ലെൻസിൻ്റെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് നമുക്ക് ദൂരെയുള്ള വസ്തുക്കളെയും അടുത്തുള്ള വസ്തുക്കളെയും കാണാൻ കഴിയുന്നത്. ക്ലിയർ ആയോ? ഇനി നമ്മൾ പറയാൻ പോകുന്നത് റെറ്റിനയിലുള്ള പ്രകാശഗ്രാഹി കോശകങ്ങൾ അല്ലെങ്കിൽ റെറ്റിനയിലുള്ള ഫോട്ടോ റിസപ്റ്റേഴ്സിനെ പറ്റിയിട്ടാണ്. ഓക്കെ ആണല്ലോ? അപ്പം എന്നാൽ ഇനി നമുക്കത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇനി നിങ്ങൾ നോക്കുക, റെറ്റിന ആൻഡ് ഫോട്ടോ റിസപ്റ്റേഴ്സ് അല്ലെങ്കിൽ റെറ്റിനയും പ്രകാശഗ്രാഹി കോശകങ്ങളും. യു മൈറ്റ് ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് റിസപ്റ്റേഴ്സ് ആർ പ്രസൻറ്റ് ഇൻ ദ റെറ്റിന. റെറ്റിനയിൽ പ്രകാശഗ്രാഹി കോശകങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. അവർ ചോദിക്കാൻ. റോഡ് സെൽസ് ആൻഡ് കോൺ സെൽസ് ആർ ദ ഫോട്ടോ റിസപ്റ്റേഴ്സ് പ്രസൻറ്റ് ഇൻ ദ റെറ്റിന. റോഡ് കോശങ്ങളും കോൺ കോശങ്ങൾ എന്നിവയാണ് റെറ്റിനയിലെ പ്രകാശഗ്രാഹി കോശകങ്ങൾ. റോഡ് സെൽസ് ആർ മോർ ഇൻ നമ്പർ ദാൻ കോൺ സെൽസ്. റോഡ് കോശകങ്ങളാണ് എണ്ണത്തിൽ കൂടുതൽ. ഒബ്സർവ് ദ ഫിഗർ 2.4 ആൻഡ് റിലേറ്റ് ദ ഷേപ്പ് ഓഫ് ദ ഫോട്ടോ റിസപ്റ്റേഴ്സ് with their name. Analyze the description and compare the photoreceptors and complete the table. അപ്പോൾ ആ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് പിക്ചർ നോക്കിയിട്ട്. ഓക്കെ, അപ്പോൾ ഫിഗർ 2.4 ഈസ് ഗിവൺ പിക്ചർ ഓഫ് റോഡ് സെൽസ് ആൻഡ് കോൺ സെൽസ്. റോഡ് സെൽസ് കണ്ടെയ്ൻ ദ വിഷ്വൽ പിഗ്മെൻറ്റ് കാൾഡ് റൊഡോപ്സിൻ. എന്താ പറയുക? റൊഡോപ്സിൻ എന്ന കാഴ്ചവർണ്ണകം അല്ലെങ്കിൽ വിഷ്വൽ പിഗ്മെൻറ്റ്. The pigment is formed from a protein named opsin and retinal, which is a derivative of vitamin A. അപ്പോൾ ഓപ്സിൻ എന്ന പ്രോട്ടീനിൽ നിന്നും വൈറ്റമിൻ എയിൽ നിന്നുണ്ടാകുന്ന റെറ്റിനാലിൽ നിന്ന് പദാർത്ഥവും ചേർന്നാണ് റൊഡോപ്സിൻ എന്ന റോഡ് സെൽസിലെ വിഷ്വൽ പിഗ്മെൻ്റ് അല്ലെങ്കിൽ കാഴ്ചവർണ്ണകം ഉണ്ടായിരിക്കുന്നത്. സിൻസ് ദേ ആർ ആക്ടിവേറ്റഡ് ഈവൻ ഇൻ ഡിം ലൈറ്റ്, വി ആർ ഏബിൾ ടു സീ ഒബ്ജക്ട്സ് ഇൻ ഡിം ലൈറ്റ്. ദീസ് സെൽസ് കനോട്ട് ഡിറ്റക്ട് കളേഴ്സ്. അപ്പോൾ ഇവർ ഡിം ലൈറ്റിൽ പോലും മങ്ങിയ വെളിച്ചത്തിൽ പോലും ഇവർ ആക്റ്റീവാണ്, അല്ലെങ്കിൽ മങ്ങിയ പ്രകാശത്തിൽ പോലും ഉദ്ദീപിക്കപ്പെടുന്നതിനാൽ വസ്തുക്കളെ മങ്ങിയ വെളിച്ചത്തിൽ കാണാൻ ഇവർ സഹായിക്കുന്നു. പക്ഷേ ഇവർക്ക് കളേഴ്സിന് ഡിഫറെൻ്റ് അറിയില്ല. റെഡ്, ബ്ലൂ, ഗ്രീൻ അതിനൊക്കെ ഡിഫറെൻ്റ് ആർക്കറിയില്ല? റോഡ് സെൽസിലുള്ള റൊഡോപ്സിന് അറിയില്ല. അപ്പോൾ റൊഡോപ്സിൻ ഈസ് എ വിഷ്വൽ പിഗ്മെൻറ്റ് ഓഫ് റോഡ് സെൽസ് വിച്ച് ഈസ് എ ഫോട്ടോ റിസപ്റ്റർ. പ്രകാശഗ്രാഹി കോശമായ റോഡ് കോശത്തിലെ കാഴ്ചവർണ്ണകമായ റൊഡോപ്സിൻ, അത് ഓപ്സിൻ എന്ന പ്രോട്ടീനും വൈറ്റമിൻ എയിൽ നിന്നുണ്ടാവുന്ന റെറ്റിനാളും കൂടെ ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? റൊഡോപ്സിൻ ഉണ്ടാവുന്നത്. പക്ഷേ ഇവർക്ക് കളറ് വ്യത്യസ്തമായിട്ട് കാണാൻ കഴിയില്ല. ഇനി പറയുന്നത് കോൺ സെൽസിനെ കുറിച്ചിട്ടാണ്. കോൺ സെൽസ് കണ്ടെയ്ൻ എ പിഗ്മെൻറ്റ് കാൾഡ് ഫോട്ടോപ്സിൻ. ദിസ് ഈസ് ഓൾസോ കോൾഡ് അയഡോപ്സിൻ. ഇതിനെ ഫോട്ടോപ്സിൻ എന്നും അയഡോപ്സിൻ എന്നും വിളിക്കും. കോൺ സെൽസിലുള്ള വിഷ്വൽ പിഗ്മെൻറ്റ് അല്ലെങ്കിൽ കാഴ്ചവർണ്ണകം. വിച്ച് ഈസ് ഓൾസോ കമ്പോസ്ഡ് ഓഫ് ഓപ്സിൻ ആൻഡ് റെറ്റിനാൽ. ഇതും ഓപ്സിനും റെറ്റിനാളും ചേർന്ന് തന്നെയാണ് എന്തും? കോൺ സെൽസിലുള്ള ഫോട്ടോപ്സിൻ അല്ലെങ്കിൽ അയഡോപ്സിൻ. കോൺ കോശത്തിലുള്ള ഫോട്ടോപ്സിൻ എന്ന അയഡോപ്സിൻ പേരുള്ള കാഴ്ചവർണ്ണകം. There are
three different types of cone cells in our eyes which help us to detect three primary colors of light: red, green, blue. അപ്പോൾ 3 പ്രൈമറി കളർ, റെഡിനെയും ബ്ലൂവിനെയും ഗ്രീനിനെയൊക്കെ തിരിച്ചറിയാനുള്ള കോശങ്ങൾ, കോൺ കോശങ്ങൾ ഇവരിലുണ്ട്. ഓക്കെ, 3 തരം കോൺ കോശങ്ങൾ നമ്മുടെ കണ്ണിലുണ്ട്. റെഡിനെയും ബ്ലൂവിനെയും ഗ്രീനിനെയും തിരിച്ചറിയാനുള്ള കോൺ സെൽസ് നമ്മുടെ കണ്ണിലുണ്ട്. ഓക്കെ, ദിസ് ഡൈവേഴ്സിറ്റി ഈസ് ഡ്യൂ ടു ദ ഡിഫറൻസ് ഇൻ അമിനോ ആസിഡ് ഇൻ ദ ഓപ്സിൻ മോളിക്യൂൾ. അപ്പോൾ ഈ ഒരു ഡൈവേഴ്സിറ്റി, ഈ ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ ഇങ്ങനെ ചില വ്യത്യാസങ്ങൾ വരാൻ കാരണം ഓപ്സിനുള്ള അമിനോ ആസിഡിൻ്റെ അളവാണ്, അല്ലെങ്കിൽ ഓപ്സിൻ തന്മാത്രയിലെ അമിനോ ആസിഡിൻ്റെ വ്യത്യാസമാണ് ഈ വൈവിധ്യത്തിന് കാരണം. ഓക്കെ, ബ്ലൂ, ഗ്രീൻ, റെഡിനെയൊക്കെ മാറി മാറി കാണുന്നത് ഓപ്സിനും റെറ്റിനാളിനെയാണ് ഇവിടെയും. പക്ഷേ ഇവിടെ ഓപ്ഷനിലുള്ള അമിനോ ആസിഡിൻ്റെ ഡിഫറൻസ് ആണ് 3 കളേഴ്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ നമുക്ക് സാധ്യമാക്കുന്നത്. സോ കോൺ സെൽസ് പ്രൊവൈഡ് അസ് വിത്ത് കളർ വിഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺ കോശങ്ങളുടെ പ്രവർത്തനമാണ് നമുക്ക് വർണ്ണ കാഴ്ച സാധ്യമാകുന്നത്. അപ്പോൾ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല കാണുന്നത്, നമുക്ക് കളറിലായി കാണുന്നത്. നമ്മളിതിലേറെ ബേർഡ്സിന്, ചില ബേർഡ്സിനൊക്കെ നമുക്ക് കാണാൻ കഴിയാത്ത പല നിറങ്ങളെയും ബേർഡ്സിന് കാണാൻ കഴിയും. ഓക്കെ, അതുപോലെ തന്നെ പൂച്ചയ്ക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ തന്നെ ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആണ്. അപ്പം നമുക്കുള്ളത് റോഡ് സെൽസും കോൺ സെൽസും ആണ്. പക്ഷേ റോഡ് സെൽസിൽ കളർ വിഷൻ ഇല്ല, കോൺ സെൽസിലാണ് കളർ വിഷൻ ഉള്ളത്. ബ്ലൂ, ഗ്രീൻ, റെഡ് അല്ലെങ്കിൽ ചുവപ്പ്, നീല, പച്ച എന്നീ കോൺ കോശങ്ങളുണ്ട്. ഇതിലുള്ള വ്യത്യാസം ഓപ്ഷനിലുള്ള അമിനോ ആസിഡിൻ്റെ അളവിലുള്ള വ്യത്യാസമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഭാഗത്തിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി ഒരു ചെറിയ പോർഷൻ ഇതിൻ്റെ കെമിക്കൽ ചേഞ്ചസ് എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് എന്നതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. കെമിക്കൽ ചേഞ്ചസ് എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നതിനെ പറ്റിയും അതേപോലെ തന്നെ കണ്ണിലെ ഡിഫക്ട്സ്, കണ്ണിന് വരുന്ന അസുഖങ്ങളെ പറ്റിയിട്ടുമുള്ള ക്ലാസ് ഇയറിനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ, ചെവിനെ പറ്റി നമ്മൾ പഠിക്കുന്ന ചാപ്റ്ററിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊരു ചെറിയ പോർഷനാണ്, എന്നാലും നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. 1 വേർഡായിട്ടും 2, 3 മാർക്കിനൊക്കെ ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ള പോർഷനാണ്. കുറച്ച് തന്നെ എടുത്തിട്ടുള്ളൂ, നിങ്ങൾ കൃത്യമായിട്ട് വായിക്കുക. ഇടയ്ക്കിടയ്ക്കൊന്ന് ബയോളജി ഒന്ന് വായിച്ച് നോക്കണം കേട്ടോ, എങ്കിലേ ആ ഒരു ഇത് നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ നെക്സ്റ്റ് പോർഷനിൽ ഉണ്ടാവും.